ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ചധികം നാളായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ ഇങ്ങനെ കോണ്ടന്റ് എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. വർക്കിന് പോവുക വരിക അങ്ങനെയൊക്കെ തന്നെയാണ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ഇടാമെന്ന്. ഇന്നത്തെ വ്ളോഗ് അങ്ങനെ ചെറിയൊരു വ്ളോഗൊന്നുമല്ല. ഒരുപാട് നാളായിട്ട്, ഏകദേശം ഒരു 6 months ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് ഇന്ന് നടക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അത് എവിടേക്കാണെന്നുള്ളത് ഞാൻ എന്തായാലും തമ്പനയിലിടുമ്പോൾ അത് ഇടുമായിരിക്കും. അപ്പം അത് ജപ്പാനിലോട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ ഇയറിൽ ഈ ഒരു സമയത്താണ് ഞങ്ങൾ വിയറ്റ്നാമും ഹോങ്കോങ് ഒക്കെ പോയി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വന്നത്. ഒരു 10 days ട്രിപ്പായിരുന്നു. അതിനുശേഷം അന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് മാറ്റി നമ്മൾ ജപ്പാൻ ട്രിപ്പ് എന്ന് പറഞ്ഞ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഈ ഒരു വർഷം ഈ ഒരു സമയമാകുമ്പോൾ പോകാൻ തന്നെയായിരുന്നു പ്ലാൻ. ഈ ഒരു സമയം എത്തി ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. സോ അപ്പോൾ നമുക്ക് ഇനി എയർപോർട്ടിലോട്ട് പോകാം. നമ്മൾ ജപ്പാനെത്തി. ഭയങ്കര തണുപ്പാട്ടോടെ, ഭയങ്കര തണുപ്പ്. 15 ഡിഗ്രി ഉള്ളെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളിതാ ഈ ബസ്സിലാണ് വന്നത് എയർപോർട്ടിൽ. എനിക്ക് എയർപോർട്ടിലെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ ബസ്സിൽ വന്നു, ഇവിടെ നിൽക്കുന്നു. ഇനി ടാക്സി എടുത്തിട്ട് വേണം ഞങ്ങളുടെ ഹോട്ടലിൽ പോകാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളിത് ആ ഹോട്ടലിലെത്തി. എയർപോർട്ടിൽ ഒരുപാട് ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഞാൻ ഈ ഓൾ ഓവർ ദ വീഡിയോ അങ്ങനെ സംസാരിക്കില്ല. നിങ്ങൾക്ക് ജപ്പാനിലെ നല്ല നല്ല വിഷ്വൽസ് മാത്രമേ കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇങ്ങനെ വരത്തുള്ളൂ. നമ്മളിപ്പോൾ ഹോട്ടലിലെത്തിയതാണ്. ഞങ്ങൾ ഫസ്റ്റ് ഹോട്ടൽ, ഞങ്ങളിവിടെ 2 day ആണ് സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഒരു 2 hours ഇനി ഉറങ്ങാൻ കിട്ടത്തുള്ളൂ. 8 മണിയാകുമ്പം ഞങ്ങൾ വീണ്ടും നമ്മുടെ ഫസ്റ്റ് day 1 തുടങ്ങിയാണ്. അപ്പോൾ 2 മണിക്കൂർ തുറക്കേ ഉള്ളൂ. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങിട്ട് ഗൈസ്. അപ്പം day 1 ആയിട്ട് നാളെ കാണാം. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ day 1 എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇതൊന്നും അല്ല പറഞ്ഞിട്ട് വന്നത്, പക്ഷെ ഇവിടെ വന്നപ്പം ഇവളിതായിട്ട്. അപ്പം എനിക്ക് ട്വിന്നിങ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പം ഞാനും വിട്ട്. ഓക്കെ, ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകും. ഇനി എൻ്റെ സംസാരം ഉണ്ടാവില്ല. ഇവിടെ കൊണ്ട് എൻ്റെ സംസാരം നിന്നു. ഇനി ഞാൻ തിരിച്ച് വന്നിട്ട് സംസാരിക്കും. ബൈ റെഡി കാണും.
ഹായ് ഗായ്സ്, അപ്പോൾ വിശേഷമൊന്നും ഇവിടെ തീർന്നിട്ടില്ല. നമ്മളിപ്പോൾ ടീംസ് ലാബ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഒരു സൺസെറ്റ് കാണാനാണ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു വലിയ യൂണീക്ലോ ഉണ്ട്. എനിക്കറിയില്ല, സിംഗപ്പൂരുള്ളവർക്ക് അറിയാം. യൂണീക്ലോ ഒരു ക്ലോത്തിങ് സ്റ്റോറാണ്. അപ്പോൾ അതിൻ്റെ വലുത് ഇവിടെ ഉണ്ട്. അവിടെ നമ്മൾ പോകുന്നുണ്ട്. അത്രയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ചാർജ് ഇല്ല ഫോണിൽ. അടുത്ത് ഇപ്പോൾ നല്ലൊരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം എത്തിയപ്പോൾ ചുമ്മാ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബാക്കി കണ്ടോ. എന്റെ കോഫി ട്രൈ ആണ്. ഭയങ്കര തണുപ്പ് ഇവിടെ, അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തിട്ടത്. അണഞ്ഞു, വൈകിട്ടായപ്പോ തന്നെ അണഞ്ഞു. ഭയങ്കര തണുപ്പ്, തൊണ്ടവേദന. അപ്പോ ഇനിയിപ്പോ ഇത് കാണാനാ വന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സെയിം ആണെന്ന് തോന്നുന്നു. ഇതൊരു വൺ ഓഫ് ദ നമ്മൾ കാണേണ്ട ഒരു സാധനമൊന്നുമല്ല, കാണേണ്ട ഒരു സൈറ്റാണ്. കാര്യം ഒരു ബ്രിഡ്ജും കാര്യങ്ങളും, നല്ല വ്യൂ നല്ല വ്യൂ ആണ്. ഇവിടെ എവിടെ നിന്നാലും അടിപൊളിയാട്ടോ. നല്ല വെട്ടവും. നമുക്ക് എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും അടിപൊളിയാണ്. ഓക്കെ, ബൈ.